ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഏപ്രിൽ 16 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഏപ്രിൽ 16 പ്രത്യേകത എന്താണെന്നുള്ളതാണ്. ആദ്യം ദേശീയ ഓർക്കിഡ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 16. ദേശീയ ഓർക്കിഡ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണേത് ഏപ്രിൽ 16. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിറക്കിയ ഹൈക്കോടതി, അത് കേരള ഹൈക്കോടതിയാണ്. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. അടുത്തത്, 2024 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ KG ജയനാണ്. 2024 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്തനായ സംഗീതജ്ഞനാണ് KG ജയൻ. നമുക്കറിയാവുന്നതാണ് പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള മനോജ് കെ ജയൻ്റെ അച്ഛനാണ് KG ജയൻ എന്ന് പറയുന്നത്. 2019 അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. അതേപോലെ 1991 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, അതേപോലെ 2013 ഹരിവരാസനം പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് KG ജയൻ. അപ്പോൾ അദ്ദേഹം 2024 ഏപ്രിലിൽ അന്തരിക്കുകയുണ്ടായി. ഓക്കെ, അടുത്ത ചോദ്യം, ഗൂഗിൾ ക്ലൗഡ് പാർട്ണർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് റിയാഫൈ ടെക്നോളജീസ് ആണ്. ഗൂഗിൾ ക്ലൗഡ് പാർട്ണർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ മലയാള സ്റ്റാർട്ടപ്പ് റിയാഫൈ ടെക്നോളജീസ്. അടുത്ത ചോദ്യം, ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി പുറത്തിറക്കിയ 2022 ടെസ്റ്റിംഗ് കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഉത്തേജക കുറ്റവാളികളുള്ള രാജ്യം, അത് ഇന്ത്യ. ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി പുറത്തിറക്കിയ 2022 ടെസ്റ്റിംഗ് കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഉത്തേജക കുറ്റവാളികളുള്ള രാജ്യം, അത് നമ്മുടെ ഇന്ത്യ. അടുത്ത ചോദ്യം, IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ആരാണ്? IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അടുത്ത ചോദ്യം, മൈക്രോ പ്ലാസ്റ്റിക്കിനെ നശിപ്പിക്കാൻ ഹൈഡ്രജൻ വികസിപ്പിച്ച സ്ഥാപനം. അപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്കിനെ ഹൈഡ്രജൻ വെച്ച് നശിപ്പിക്കാൻ സാധിക്കും അല്ലേ? മൈക്രോ പ്ലാസ്റ്റിക്കിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ വികസിപ്പിച്ച സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ IISc ബംഗളൂരു ആണ് മൈക്രോ പ്ലാസ്റ്റിക്കിനെ നശിപ്പിക്കാൻ വേണ്ടി ഹൈഡ്രജൻ വികസിപ്പിച്ചത്. അപ്പോൾ ഈ സൂക്ഷ്മ പ്ലാസ്റ്റിക് തരികളായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക് ജലത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് നശിപ്പിക്കുന്നതിൽ ഹൈഡ്രജൻ എത്ര ശതമാനം? 95% ഫലപ്രദമാണ്. തെളിഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് മൈക്രോ പ്ലാസ്റ്റിക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ വികസിപ്പിക്കാൻ IISc തീരുമാനിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഏത് ടീമിലേക്കാണ് മലയാളി ക്രിക്കറ്റ് താരങ്ങളായ സജന സജീവൻ, ആശാ ശോഭന എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടത്? അത് ഇന്ത്യൻ വനിതാ T20 ക്രിക്കറ്റ് ടീമിലേക്കാണ് സജന സജീവിനെയും ആശാ ശോഭനയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ചെങ്കടലിലെ ഷിപ്പിങ്ങിനെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളോട് പ്രതികരിക്കാൻ 2023 ഡിസംബറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നയിക്കുന്ന സൈനിക നടപടിയുണ്ട്. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ. ചെങ്കടലിലെ ഷിപ്പിങ്ങിനെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് 2023 ഡിസംബറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നയിക്കുന്ന സൈനിക നടപടിയാണെന്ത്? ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായിരുന്ന വ്യക്തി ആരാണെന്നുള്ളത്? മുരാരി ലാൽ. എന്താണ്? 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായിരുന്ന വ്യക്തിയാണ് ആര്? മുരാരി ലാൽ. അടുത്ത ചോദ്യം, KK നീലകണ്ഠനെക്കുറിച്ച് പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്രം എഴുതിയതാര്? KK നീലകണ്ഠനെക്കുറിച്ച് പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്രം എഴുതിയത് സുരേഷ് ഇളമൺ. KK നീലകണ്ഠനെക്കുറിച്ച് പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്രം എഴുതാരാണ്? അത് സുരേഷ് ഇളമൺ. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിതനായത് ആരാണ്?
ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിതനായത് ക്രിസ്റ്റലീന ജോർജീവയാണ്. ക്രിസ്റ്റലീന ജോർജീവ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിതനായത് ക്രിസ്റ്റലീന ജോർജീവ. താങ്ക് യു.